ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്ക് ഈ ക്ലാസ്സിൽ വിവിധ ഇനം ജന്തുകലകളെക്കുറിച്ച് പഠിക്കാം. ജന്തുകലകൾ, ആനിമൽ ടിഷ്യൂസ്. ഇന്ന് നമ്മൾക്ക് ആനിമൽ ടിഷ്യൂസിനെ കുറിച്ച് ആദ്യം നമ്മൾക്ക് മനസ്സിലാക്കാം. എത്ര തരം ആനിമൽ ടിഷ്യൂസ് ഉണ്ടെന്നും അതിൻ്റെയൊക്കെ ഫങ്ഷൻസ്, അതൊക്കെ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നതെന്നും നമ്മൾക്ക് ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കാം. ആനിമൽ ടിഷ്യൂസ്. ആനിമൽ ടിഷ്യൂസ് മെയിനായിട്ട് 4 തരം ആനിമൽ ടിഷ്യൂസ് ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ എപ്പിത്തീലിയൽ ടിഷ്യൂ, പുറം ഭാഗത്ത് കാണുന്ന ആവരണ കല, അതാണ് എപ്പിത്തീലിയൽ ടിഷ്യൂ. പിന്നെ നമ്മളുടെ തലച്ചോറിലെല്ലാം കാണുന്ന നെർവസ് ടിഷ്യൂ, നാഡീ കല. പിന്നെ നമ്മുടെ പേശികളിലെല്ലാം കാണുന്ന പേശി കല. പിന്നെ ഇതെല്ലാം കണക്ട് ചെയ്യുന്ന യോജക കല. ഇതാണ് മെയിനായിട്ട് 4 തരം ടിഷ്യൂസ്. 4 തരം ആനിമൽ ടിഷ്യൂസ്, ജന്തുകലകൾ 4 ടൈപ്പാണ് മെയിനായിട്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കല. മസ്കുലാർ ടിഷ്യൂ എന്ന് പറഞ്ഞാൽ പേശി കല. നെർവസ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ നാഡീ കല. കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറഞ്ഞാൽ യോജക കല. ഈ 4 ടിഷ്യൂസിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് മെയിനായിട്ട് പഠിക്കാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ ആദ്യം എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കല. ആ പേര് ഇംപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നമ്മളുടെ ദേഹമെല്ലാം ആവരണം ചെയ്തിരിക്കുന്നത് എല്ലാം ആവരണ കലയാണ്. നമ്മളുടെ പുറം ഭാഗം, ഔട്ടർ കവറിങ് ആവരണം ചെയ്തിരിക്കുന്നതും, നമ്മളുടെ ഈ തൊലിപ്പുറം, സ്കിൻ ആവരണം ചെയ്തിരിക്കുന്നതും, പിന്നെ നമ്മളുടെ ഡൈജസ്റ്റീവ് ട്രാക്റ്റ്, നമ്മുടെ അന്നപഥമുണ്ടല്ലോ, ആ അന്നപഥത്തിന്റെ ഉൾഭാഗത്തുള്ള ആ ലൈനിങ്ങും അതും ആവരണം ചെയ്തിരിക്കുന്നത് ആവരണ കലയാണ്. എപ്പിത്തീലിയൽ ടിഷ്യൂ, നമ്മളുടെ ഔട്ടർ കവറിങ്ങും നമ്മളുടെ അന്നപഥത്തിന്റെ ഡൈജസ്റ്റീവ് ട്രാക്റ്റിന്റെ ആ അകത്തുള്ള ആവരണവും ഉൾഭാഗത്തുള്ള ആ ലൈനിങ്ങും, അത് ആവരണ കലയാണ് ഇവിടെ കാണപ്പെടുന്നത്. ഈ ആവരണ കലയാണ് നമ്മളെ കവർ ചെയ്ത് നമ്മൾക്ക് വേണ്ട പ്രൊട്ടക്ഷൻ നൽകുന്നത്. പിന്നെ ഈ ആവരണ കലയുടെ ഏറ്റവും വലിയ ഒരു ധർമ്മം എന്ന് പറഞ്ഞാൽ ഈ സംവഹനം നടത്തുന്നത്, നമുക്ക് ഈ പെർസ്പിറേഷൻ നടക്കുമല്ലോ, നമ്മൾക്ക് ഈ ദേഹത്തിന്റെ ഈ ശരീരഭാഗത്ത് നടക്കുന്ന ഈ സംവഹനം നടക്കുന്നത് ഈ എപ്പിത്തീലിയൽ ടിഷ്യൂ വഴിയാണ്. അതാണ് മെയിനായിട്ട് എപ്പിത്തീലിയൽ ടിഷ്യൂ, ആവരണ കല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. രണ്ടാമതായി നമ്മൾക്ക് പഠിക്കാനുള്ളത് മസ്കുലാർ ടിഷ്യൂ, പേശികല. മസ്കുലാർ ടിഷ്യൂ എന്ന് പറയുന്നത് നമുക്കറിയാം, മെയിനായിട്ട് നമ്മളുടെ മസിൽസിൽ ഉള്ള കലകളെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. മസ്കുലാർ ടിഷ്യൂ നമ്മുടെ ദേഹത്തിന് വേണ്ട മൂവ്മെന്റുകളെല്ലാം സാധ്യമാക്കുന്നത് മസ്കുലാർ ടിഷ്യൂ ആണ്. ഈ മസ്കുലാർ ടിഷ്യൂവിനാണെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട്. അതിനെ ഇങ്ങനെ സങ്കോചിക്കുവാനും പിന്നെ പൂർവ്വസ്ഥിതിയിൽ ആകുവാനും മസ്കുലാർ ടിഷ്യൂവിന് സാധിക്കും. സങ്കോചിക്കുവാനും പിന്നെ അത് പൂർവ്വസ്ഥിതിയിലാകും. അതാണ് മസ്കുലാർ ടിഷ്യൂ. എന്ന് പറഞ്ഞാൽ പേശികല. നമ്മുടെ പേശികളിലെല്ലാം കൂടുതലായി കാണുന്നത് പേശികലയാണ്. പിന്നെ അടുത്തത് നാഡീകല, നെർവസ് ടിഷ്യൂ, നാഡീകല. അപ്പോഴറിയാം നമ്മളുടെ ന്യൂറോണുകളെല്ലാം കൺട്രോൾ ചെയ്യുന്നത്, നമ്മളുടെ ബോഡി പ്രവർത്തനങ്ങളെ എല്ലാം കൺട്രോൾ ചെയ്യുന്നതും നിയന്ത്രിക്കുന്നതും, കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ് ചെയ്യുന്നത് നാഡീകലയാണ്, നെർവസ് ടിഷ്യൂ ആണ് ചെയ്യുന്നത്.
അപ്പോൾ നമ്മൾ എന്തെല്ലാം പ്രവർത്തനം ചെയ്യണം, എന്തെല്ലാം പ്രവർത്തനം ചെയ്യണ്ട എന്നെല്ലാം തീരുമാനിക്കുന്നത് ഈ നാഡീകലയാണ്. കൺട്രോൾ ആൻഡ് കോർഡിനേറ്റ്, നമ്മളെ എല്ലാം ക്രമീകരിച്ച് നിയന്ത്രിക്കുന്നത് നാഡീകലയാണ്. അതുപോലെ തന്നെയാണ് പുറത്തു നിന്നും അകത്തു നിന്നുമുള്ള എന്തെങ്കിലും ഇമ്പൾസസ്, എന്തെങ്കിലും വ്യത്യാസം നമ്മൾക്ക് തോന്നിയാൽ ഉടനെ അതിനെ പ്രതിരോധിക്കുന്നത് ഈ നെർവസ് ടിഷ്യൂ ആണ്. എന്തെങ്കിലും നമ്മൾ റിഫ്ലക്സ് ആക്ഷൻ പോലെ നമ്മൾക്ക് എളുപ്പം പ്രതികരിക്കാനുള്ള ഒരു കഴിവുണ്ടല്ലോ, അതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് നമ്മളുടെ നെർവസ് ടിഷ്യൂ, നാഡീകലയാണ്. ദേഹത്തിനകത്തു നിന്നും പുറത്തു നിന്നും എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ അത് ഉടനെ അതിനെ പ്രതികരിക്കും. അത് നാഡീകല. അടുത്തതായി നമ്മൾ പഠിക്കുന്നത് കണക്റ്റീവ് ടിഷ്യൂ, യോജക കല. ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കണക്ട് ചെയ്യുന്നു, യോജിപ്പിക്കുന്നു. അപ്പോൾ ഏതിനെയൊക്കെ യോജിപ്പിക്കും? ഈ ടിഷ്യൂകളെ തമ്മിൽ യോജിപ്പിക്കും. ഈ കലകളെ തമ്മിൽ യോജിപ്പിക്കുകയും പിന്നെ കലകളും അതിൻ്റെ പരിസരത്തുള്ള വേറെ കാർട്ടിലേജ് പോലെയുള്ള സംഭവങ്ങളായിട്ടും കണക്ട് ചെയ്യുന്ന സംഭവമാണ് ഈ കണക്റ്റീവ് ടിഷ്യൂ. ടിഷ്യൂസിനെ, കലകളെ എല്ലാം യോജിപ്പിക്കുകയും അവയ്ക്ക് വേണ്ട സപ്പോർട്ട് നൽകുകയും അവയ്ക്ക് താങ്ങായി നിൽക്കുകയും ചെയ്യുന്നത് ഈ കണക്റ്റീവ് ടിഷ്യൂകളാണ്. ഇനി ഈ കണക്റ്റീവ് ടിഷ്യൂവിനെ കുറിച്ച് നമ്മൾക്ക് കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഈ കണക്റ്റീവ് ടിഷ്യൂ ആണ് നമ്മുടെ ദേഹത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നതും ഏറ്റവും കൂടുതൽ ധർമ്മങ്ങൾ നിർവഹിക്കുന്നതും ഈ കണക്റ്റീവ് ടിഷ്യൂകളാണ്. നമുക്ക് അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഇനി പഠിക്കാം. Connective tissues, യോജക കല. ഈ കണക്റ്റീവ് ടിഷ്യൂസിൽ തന്നെ പലതരം കണക്റ്റീവ് ടിഷ്യൂകളുണ്ട്. നമ്മുടെ എക്സാമ്പിൾ, നമ്മുടെ ബ്ലഡ് തന്നെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. നമ്മുടെ ദേഹത്തൂടെ പോകുന്ന രക്തം തന്നെ ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ്. പദാർത്ഥങ്ങളെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കുന്നതും ട്രാൻസ്പോർട്ടേഷൻ ഓഫ് മെറ്റീരിയൽസ്, ന്യൂട്രിയൻസ്, പിന്നെ നമ്മുടെ ശ്വസനത്തിന് വേണ്ട ഗ്യാസസ്, ബ്രീത്തിങ് ഗ്യാസസ്, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്പോർട്ടേഷൻ, സംവഹനം നടത്തുന്നത് നമ്മളുടെ ബ്ലഡാണ്. അതാണ് ദ്രാവക രൂപത്തിലുള്ള, ലിക്വിഡ് സ്റ്റേറ്റിലുള്ള ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ ബ്ലഡാണ്. ലിക്വിഡ് സ്റ്റേറ്റിൽ ദ്രാവക രൂപത്തിലിരിക്കുന്ന ഒരേ ഒരു കണക്റ്റീവ് ടിഷ്യൂ എന്ന് പറയുന്നത് നമ്മളുടെ രക്തം, ബ്ലഡാണ്. അത് ഒരു കണക്റ്റീവ് ടിഷ്യൂ ആണ് ബ്ലഡ്. പ്രധാനമായിട്ടുള്ള 4 കണക്റ്റീവ് ടിഷ്യൂകളാണ് ബ്ലഡ്, രക്തം. അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ നമുക്ക് ശ്വസിക്കുന്നതിന് വേണ്ട ഗ്യാസസിനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും സംവഹിക്കുന്നത്, പിന്നെ ന്യൂട്രിയൻസിനെ എല്ലാം സംവഹനം നടത്തുന്നത്, എല്ലാം ട്രാൻസ്പോർഷൻ നടത്തുന്നതെല്ലാം ബ്ലഡാണ്, രക്തം. അടുത്ത ഫൈബ്രസ് ടിഷ്യൂ, നാരുകല. ആ പേര് പറയുന്നത് പോലെ തന്നെ ഈ 4 കലയാണ് ബാക്കി കലകളെ എല്ലാം തമ്മിൽ യോജിപ്പിക്കുന്നത്. ഈ 4 കല പ്രധാനമായിട്ടും കാണുന്നത് നമ്മുടെ ഐബോള് പിടിപ്പിക്കാനും, നമ്മുടെ കണ്ണ് പിടിപ്പിക്കാനും, പിന്നെ നമ്മുടെ കിഡ്നി, നമ്മളുടെ കിഡ്നിയും ഐബോളും പിടിപ്പിക്കുന്നതിന് മെയിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് ഈ ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഫൈബ്രസ് പോലെ ഇരിക്കുന്നത്, അതുകൊണ്ടാണ് നമ്മുടെ ഇതെല്ലാം കിട്ടുന്നത്. വൃക്കയാണ് അതിൻ്റെ മലയാളം. വൃക്കയും ഐബോളും ഒക്കെ പിടിപ്പിച്ചിരിക്കുന്നത് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ടാണ്.
മറ്റ് ടിഷ്യൂകളെ എല്ലാം പരസ്പരം ബന്ധിപ്പിക്കുന്നത് ഈ ഫൈബ്രസ് ടിഷ്യൂ ആണ്. ഇത് നമ്മൾക്ക് താങ്ങായി നിൽക്കുകയും ചെയ്യുന്നു. അടുത്ത നമ്മൾ ബോൺ, അസ്ഥി. നിങ്ങൾക്കറിയാലോ, അസ്ഥി നമ്മുടെ ദേഹത്ത് നിറച്ച അസ്ഥികളുണ്ട്. ഈ അസ്ഥി നമ്മൾക്ക് ബലവും ദൃഢതയും നമ്മൾക്ക് മൂവ്മെന്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കുന്നതിന് വേണ്ടി മൂവ്മെന്റിന് വേണ്ടിയുള്ള കഴിവും എല്ലാം നൽകുന്നത് ഈ അസ്ഥിയാണ്, ബോണാണ്. നമ്മുടെ ഈ ബാക്ക് ബോണായി നിൽക്കുന്നു എന്ന് പറയുന്നത് പോലെ നമ്മളുടെ അസ്ഥികളാണ് നമ്മളെ ഇങ്ങനെ ഈ ആകൃതിയും ദൃഢതയും ബലവും എല്ലാം നൽകി നമ്മളെ പരിപാലിക്കുന്നത് ഈ അസ്ഥികളാണ്. ആ അസ്ഥികളോടൊപ്പം തന്നെ തരുണാസ്ഥിയുണ്ട്. കാർട്ടിലേജ് എന്ന് പറഞ്ഞാൽ തരുണാസ്ഥി. ഈ തരുണാസ്ഥിക്കും അസ്ഥികളുടെ അതേ ഫംഗ്ഷനാണുള്ളത്. നമ്മൾക്ക് ദൃഢതയും നമ്മൾക്കൊരു കവറിങ്, നമ്മുടെ ഇന്നർ പാർട്ടിനൊക്കെ ഒരു കവറിങ് നൽകുകയും നമ്മൾക്ക് സപ്പോർട്ട് നൽകുകയും ദൃഢം നൽകുകയും എല്ലാം ചെയ്യുന്നത് ഈ ബോണും കാർട്ടിലേജുമാണ്, തരുണാസ്ഥിയാണ്. ഇനി നമ്മൾക്ക് മെയിനായിട്ട് പഠിക്കാനുള്ള കണക്റ്റീവ് ടിഷ്യൂസ് എന്ന് പറഞ്ഞാൽ, ഞാൻ മെയിനായിട്ടുള്ള 4 കണക്റ്റീവ് ടിഷ്യൂസ് ആണ് ഈ പറഞ്ഞത്. ഇതിൻ്റെ ഒപ്പം തന്നെ നമ്മൾക്ക് ടെൻഡൻ ഉണ്ട്. ടെൻഡൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബോണുകളെയും മസിൽസിനെയും തമ്മിൽ യോജിപ്പിക്കുന്ന പാർട്ടാണ് ടെൻഡൻ എന്ന് പറയുന്നത്. നമ്മളുടെ എല്ലിനെയും നമ്മളുടെ പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാർട്ടാണ് ടെൻഡൻ എന്ന് പറയുന്നത്. എല്ലുകളെ തന്നെ യോജിപ്പിക്കുന്ന പാർട്ടുണ്ട്, അത് ലിഗമെന്റ് എന്ന് പറയും. ലിഗമെന്റ്, എല്ലുകളെ തമ്മിൽ യോജിപ്പിക്കുന്നത് ലിഗമെന്റ്. അങ്ങനെ മെയിനായിട്ട് 2 കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? ടെൻഡനും ലിഗമെന്റും. അപ്പോൾ ഇത് രണ്ടും പ്രധാനമാണ്. നമ്മളുടെ അസ്ഥികളെയും പേശികളെയും തമ്മിൽ യോജിപ്പിക്കുന്ന ടെൻഡനും നമ്മളുടെ അസ്ഥികളെ തമ്മിൽ യോജിപ്പിക്കുന്ന ലിഗമെന്റും. അപ്പോൾ ഇത്രയുമാണ് കണക്റ്റീവ് ടിഷ്യൂ. ഈ കണക്റ്റീവ് ടിഷ്യൂ ആണ് എണ്ണത്തിൽ കൂടുതലുള്ളതും ഏറ്റവും കൂടുതൽ കർമ്മങ്ങൾ നിർവഹിച്ച് നമ്മളുടെ ഈ സുസ്ഥിരമായ ഈ ബോഡി നിലനിർത്തിക്കൊണ്ട് പോകുന്നതിനും ഈ കണക്റ്റീവ് ടിഷ്യൂവിന് വലിയ പങ്കുണ്ട്. ഞാൻ നിങ്ങൾക്ക് ഇനി ടെക്സ്റ്റ് ബുക്കിൽ കാണിച്ചിരിക്കുന്ന പടങ്ങൾ കാണിച്ചു തരാം. ലിഗമെന്റിനെ നമ്മൾ സ്നായുക്കൾ എന്നും പറയും. ലിഗമെന്റിനെ നമ്മൾ സ്നായുക്കൾ എന്ന് മലയാളത്തിൽ പറയും, സ്നായുക്കൾ. ഇനി നിങ്ങൾക്ക് ഞാൻ ഇതിന്റെ പടം കാണിച്ചു തരാം. ഞാൻ നേരത്തെ പറഞ്ഞ ആവരണ കല, നമ്മളുടെ ദേഹത്തെ എല്ലാം ആവരണം ചെയ്തിരിക്കുന്ന ആവരണ കലയെ കുറിച്ച് പറഞ്ഞു. ഇതാണ് ആവരണ കല, എപ്പിത്തീലിയൽ ടിഷ്യൂ. അടുത്ത് നെർവസ് ടിഷ്യൂ, നാഡീകലയെ കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതാണ് നാഡീകല. ഞാൻ നിങ്ങളുടെ പ്രസന്റേഷനിൽ ഇതെല്ലാം ഞാൻ ഇട്ടിരിക്കും. നാഡീകല. ഇത് നമ്മളുടെ പേശികൾ, മസിലുകളെ എല്ലാം യോജിപ്പിക്കുന്ന പേശികലയാണ്. ഇത് മസ്കുലർ ടിഷ്യൂ പേശികല. പിന്നെ ഇത് യോജക കല, കണക്റ്റീവ് ടിഷ്യൂ. ഈ യോജക കലയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ പറഞ്ഞു തന്നു. ഇത്രയും യോജക കല മനസ്സിലായല്ലോ. ബ്ലഡ്, ഫൈബ്രസ് ടിഷ്യൂ, ബോൺ, കാർട്ടിലേജ്, ടെൻഡൻ, ലിഗമെന്റ് ഇവയെല്ലാം കണക്റ്റീവ് ടിഷ്യൂവിൽ വരും, യോജക കലയിൽ വരും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നല്ലതായി മനസ്സിലാക്കി പഠിക്കണം. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. എങ്കിലേ എൻ്റെ അടുത്ത വീഡിയോയൊക്കെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. അടുത്ത വീഡിയോ മാത്രമല്ല, ഞാൻ മുന്നേ കുറച്ച് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ തീർച്ചയായും ഇത് മുഴുവനും നല്ല കോൺസെൻട്രേഷനോട് കൂടി ഇരുന്ന് കാണുക. നിങ്ങൾക്ക് എൻ്റെ ഈ ക്ലാസ് മാത്രം മതിയാകും. തുടർന്ന് പരീക്ഷ എഴുതുവാൻ, നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്കും എല്ലാത്തിനും നിങ്ങൾക്ക് നല്ല മാർക്ക് വാങ്ങുവാൻ എൻ്റെ ഈ ക്ലാസ് മാത്രം മതിയാകും.
താങ്ക് യു.